ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് എന്താണെന്നുള്ള ഈ ഒരു സെഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇൻ്റർഡിസിപ്ലിനറി, ആ ടേം എന്താണ് മീൻ ചെയ്യുന്നതാണ്. വാട്ട് ദ ടേം ഇൻ്റർഡിസിപ്ലിനറി മീൻസ്. നമ്മൾ ഈ ഇൻ്റർ യൂണിവേഴ്സിറ്റി, ഇൻ്റർ കോളേജ് എന്നൊക്കെയുള്ള ടേംസ് കേട്ടിട്ടുണ്ടാവും. സോ ദ ടേം ഇൻ്റർ മീൻസ് ബിറ്റ്വീൻ വൺ അനദർ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ വൺ അനദർ ഓർ ബിറ്റ്വീൻ ടു സബ്ജക്ട്സ് ഈസ് കോൾഡ് ഇൻ്റർഡിസിപ്ലിനറി. അതായത് രണ്ട് ഡിസിപ്ലിൻസിൽ ഇടയിലുള്ളത് അല്ലെങ്കിൽ രണ്ട് ഡിസിപ്ലിനും കോമൺ ആയിട്ട് വരുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇൻ്റർഡിസിപ്ലിനറി എന്നുള്ളൊരു ടേം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ ഡെഫിനിഷൻ എഴുതിയിട്ട് കാണാൻ പറ്റും. റിലേറ്റിംഗ് ടു മോർ ദാൻ വൺ ബ്രാഞ്ച് ഓഫ് നോളജ് ഇൻവോൾവിംഗ് ടു ഓർ മോർ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓഫ് ഏരിയാസ് ഓഫ് നോളജ്. ദാറ്റ് മീൻസ് റിലേറ്റിംഗ് ടു മോർ ദാൻ വൺ ബ്രാഞ്ച് ഓഫ് നോളജ്, ദാറ്റ് ഈസ് history and economics. The area of study Indian economy during British era is a particular area can be studied in both history and economics. ഹിസ്റ്ററിയിലായാലും എക്കണോമിക്സിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റിലായാലും അങ്ങനെ ഏതിലാണ് എന്ന് സെപ്പറേറ്റ് നമുക്ക് പറയാൻ പറ്റാത്ത, ഡിവിസിബിളായിട്ട് പറയാൻ പറ്റാത്ത തരം സബ്ജക്റ്റുകൾ, സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ്, ഇതൊക്കെ കണ്ടുപിടിച്ച് രണ്ട് സബ്ജക്റ്റിനെയും കണക്ട് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുക. ഇൻവോൾവിങ് ടു ഓർ മോർ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓർ ഏരിയാസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ആന്ത്രപ്പോളജി ഈസ് എ സെപ്പറേറ്റ് സബ്ജക്ട് ബട്ട് ഇറ്റ് ബിലോങ്സ് ടു സം ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് സോ ദാറ്റ് വി ക്യാൻ ടെൽ ദാറ്റ് it's a branch of history. But the topics in anthropology like evolution, we can both include history as well as natural science also. So the term interdisciplinary means in between two or more subject or can be included in both subject. Our next slide is the term interdisciplinary, how much differ from multidisciplinary and cross disciplinary. അതായത് മൾട്ടി ഡിസിപ്ലിനറി, ക്രോസ് ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന ടേംസിൻ്റെ അകത്തുനിന്നും എത്രത്തോളം ഇൻ്റർഡിസിപ്ലിനറി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ടേം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി ഈസ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ വർക്കിംഗ് ടുഗെദർ ഈച്ച് ഡ്രോയിങ് ഓൺ ദെയർ ഡിസിപ്ലിനറി നോളജ്. അതായത് ഫ്രം ഡിഫറെൻറ്റ് നോളജ് ദേ ആർ അക്വയറിങ് നോളജ്, ദാറ്റ്സ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. മാത്സ് എന്നുള്ളൊരു നോളജ്, ഫിസിക്സ് എന്നുള്ളൊരു നോളജ്, കെമിസ്ട്രി എന്നുള്ളൊരു നോളജ് എല്ലാവരും ചേർന്നിട്ട് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നുള്ള ഡിഫറെൻറ്റ് നോളജ് കമ്പൈൽ ചെയ്തിട്ട് നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ അത് മൾട്ടി ഡിസിപ്ലിനറി എന്നാണ് പറയുക. ആൻഡ് ക്രോസ് ഡിസിപ്ലിനറി മീൻസ് വ്യൂയിങ് വൺ ഡിസിപ്ലിൻ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അനദർ. ദാറ്റ് മീൻസ് we are approaching a subject in history or a topic in history through an economic way of thought. Like earlier we said, the Indian economy during British era is a subject in economy viewing by history is an cross disciplinary, or a historical subject viewing through an economical view of thought is again cross disciplinary. So those words are different from interdisciplinary. Multidisciplinary is entirely different and cross disciplinary is slightly different from interdisciplinary approach. Then interdisciplinary is integrating knowledge and method from different discipline using a real synthesis of approach. That means in interdisciplinary approach we integrate knowledge from different methods or different subjects to analyze one particular area or a subject. We can take an example like carbon dating method. It's a pure scientific method which we use to know the age of some particular carbon including material, remainings of plants, fossils, etc. That means if we are studying about Harappan history, we will conduct carbon dating methods to analyze the remainings of Harappan peoples or wooden materials or something else from Harappan region, but the data will taken to study about Harappan history, the civilization history. So using a purely scientific method to study about a historical subject, that means interdisciplinary. So the interdisciplinary approach is an integrated knowledge of a particular subject or a topic. അതായത് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കാം. അത് തന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കാർബൺ 14 ഐസോട്ടോപ്പ് വെച്ചിട്ട് നടത്തുന്ന
വെരി ബേസിക് ആയിട്ടുള്ളൊരു സയൻസ് അഥവാ പ്യുവർ സയൻസ്, നമ്മളെ നാച്ചുറൽ സയൻസ് വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ് കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കാർബൺ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ കാലഘട്ടം അഥവാ ഏത് കാലഘട്ടത്തിലാണ് അത് ഉണ്ടായിരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്നൊരു ടെസ്റ്റ്. അത് പക്ഷേങ്കിൽ ഉപയോഗിക്കുന്നത് ഹിസ്റ്ററിയിലാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററീൻ്റെ പണ്ടത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഹാരപ്പൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹാരപ്പൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ, കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഹാരപ്പയുടെ ചരിത്രം കണ്ടുപിടിക്കാനും അവിടെ ഉപയോഗിച്ചിരുന്ന മരം അല്ലെങ്കിൽ ടൂളുകൾ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അവരുടെയൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒരേ ഒരു ഉദാഹരണം എടുത്ത് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ് ഈ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്.